വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദാവീദും 600ഓളം വരുന്നവൻ്റെ ആൾക്കാരും കെയിലായിൽ നിന്ന് പുറത്തു കിടന്ന് എങ്ങോട്ടെന്നില്ലാതെ യാത്രയായി. കെയിലായിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ സാവൂൾ യാത്ര നിർത്തിവെച്ചു. ദാവീദ് സിഫ് മരുഭൂമിയിലെ കുന്നുകളിലും ഹൊറേഷിലും ഒളിസ്ഥലങ്ങളിൽ താമസിച്ചു. സാവൂൾ ദിനംതോറും അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നെങ്കിലും ദൈവം അവനെ സാവൂളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. സാവൂളിൻ്റെ മകൻ ജോനാഥൻ ഹോറേഷിലെത്തി ദാവീദിനെ ദൈവനാമത്തിൽ ധൈര്യപ്പെടുത്തി. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, എൻ്റെ പിതാവ് സാവൂളിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിൻ്റെ രാജാവാകും. ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. എൻ്റെ പിതാവിനും ഇതറിയാം. അവർ ഇരുവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. ദാവീദ് ഹൊറേഷിൽ താമസിച്ചു. ജോനാഥൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. 1 സാമുവേൽ 23 അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. സിഫുകാർ സാവൂളിനോട് ദാവീദ് അവിടെ ഉണ്ടെന്ന് അറിയിച്ചപ്പോൾ അവൻ ദാവീദിനെ പിടിക്കാൻ പുറപ്പെട്ടു. ആ സമയം ദാവീദ് മാവോൻ മരുഭൂമിയിലേക്ക് നീങ്ങിയിരുന്നു. ദാവീദിനെ പിടിക്കാൻ ഒരുങ്ങുമ്പോൾ സാവൂളിൻ്റെ ഭൃത്യന്മാർ അവനോട് ഫിലിസ്ത്യർ അവിടെ ആക്രമണം തുടങ്ങി എന്ന് അറിയിച്ചു. അപ്പോൾ സാവൂൾ ദാവീദിനെ വിട്ട് ഫിലിസ്ത്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ നീങ്ങി. ഫിലിസ്ത്യരെ തുരത്തി ഓടിച്ചതിന് ശേഷം ദാവീദ് എങ്കേദ് മരുഭൂമിയിലുണ്ടെന്നറിഞ്ഞ് സാവൂൾ വീണ്ടും അവനെ പിടിക്കാനായി എങ്കേദിലെത്തി. ദാവീദ് കയറി ഒളിച്ചിരുന്ന ഗുഹയിലേക്ക് തന്നെ എത്തിയ സാവൂളിനെ വകവരുത്താൻ ദാവീദിന് അവസരം കിട്ടിയെങ്കിലും രാജാവ് കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് പറഞ്ഞ് ദാവീദ് സാവൂളിനെ വെറുതെ വിട്ടു. സാവൂൾ ഗുഹയിൽ നിന്ന് ഇറങ്ങിയതിന് പുറകെ ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി, എൻ്റെ യജമാനനായ രാജാവേ എന്ന് സാവൂളിനെ പുറകിൽ നിന്ന് വിളിച്ചു. സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു. അവൻ സാവൂളിനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നത് എന്തിന്? കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് അങ്ങയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്ങനെയെന്ന് അങ്ങ് തന്നെ കണ്ടില്ലേ? അങ്ങയെ കൊല്ലണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാനത് ചെയ്തില്ല. എൻ്റെ യജമാനനെതിരെ ഞാൻ കൈ ഉയർത്തുകയില്ല. അങ്ങ് കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. 1 സാമുവേൽ 24 അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കും.